ഹായ് ഫ്രണ്ട്സ്, അവലിടം ബൈ നീതുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാനിവിടെ ഉണ്ടാക്കുന്നത് സ്നാക്സാണ്. റവ ബോണ്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനാദ്യമായിട്ട് ഞാനിവിടെ പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. 2 നേന്ത്രപ്പഴമാണ് എടുത്തത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കാം. നമുക്ക് പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് റവയാണ്. റവ അതേപോലെ തന്നെ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ റവ വേണം. ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാണ്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇത് നല്ലപോലെ നെയ്യിൽ കിടന്ന് വഴണ്ട് നല്ല കുഴഞ്ഞ പരുവായിട്ട് വരണം. അപ്പോൾ കുറച്ച് പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നെയ്യിൽ പഴം മൂപ്പിക്കുമ്പോൾ നല്ല സ്മെല്ലാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനും. ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സ്നാക്സാണ്, ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ചേർത്തിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. പഞ്ചസാര ഈ പഴത്തിൽ കിടന്ന് നല്ലപോലെ മെൽറ്റായിട്ട് വരണം. പഴത്തിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരും, ചെറുതായിട്ടൊരു ബ്രൗണിഷ് കളറൊക്കെ വരും. ഇനി അതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പഴം എത്ര ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുക്കുക. തേങ്ങ ഇതിൽ നല്ലപോലെ മിക്സായതിന് ശേഷം ഞാൻ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ഏലക്കപ്പൊടിയും പഞ്ചസാരയും കൂടെ മിക്സിയിൽ ചേർത്ത് പൊടിച്ചെടുത്തതാണ്. അത് ചേർത്തെടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഏലക്കപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി. നിങ്ങൾക്ക് അതിന് ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ റവ ചേർക്കുന്നത് പഴം നല്ലപോലെ ഒന്ന് മുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കയ്യിൽ വെച്ച് ഉരുട്ടുമ്പോൾ കുഴഞ്ഞു പോവാതെ നല്ല ടൈറ്റായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് റവ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള റവ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇത് ഓഫാക്കിയിട്ടൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുക്കാം. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടാം. ഉണ്ടയാക്കിയിട്ടെടുക്കാം. അല്ലാതെ ഓവൽ ഷേപ്പോ എങ്ങനെ വേണേലും സിലിണ്ടർ ഷേപ്പിൽ വേണേലും ഒക്കെ നമുക്ക് ആക്കിയെടുക്കാം. അങ്ങനെ ഞാൻ എല്ലാ ഉരുളകളും ഇതേപോലെ എടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സാണ്. അധികം സമയമൊന്നും വേണ്ട. 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പം അങ്ങനെ ഞാനിതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിൽ ചേർക്കാം, വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർക്കാം, ഓയിൽ വേണമെങ്കിൽ ചേർക്കാം, ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉരുട്ടിയെടുത്തിരിക്കുന്ന ഈ ഉരുള നമ്മൾ ഈ റവയിനകത്ത് ഒന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ടത് ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്ത എല്ലാതും വെളിച്ചെണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്.
മീഡിയം തീയിൽ വെച്ചിട്ട് വേണം അത് മൂപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അങ്ങനെ അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം നമ്മൾ വേവിച്ചെടുത്തതാണ്. ജസ്റ്റ് ഒന്ന് കളറ് മാറി വന്നാൽ മതി. ഒരു സൈഡിൽ നിന്ന് കളറ് മാറി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഇപ്പോൾ നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇങ്ങനെ നല്ല ഒരു ഗോൾഡൻ കളറിൽ വേണം ആവാൻ. പുറം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, അകം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങാം. ചൂടോടെ കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി അതെല്ലാം പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാം റെഡി. അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ കൂടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അതുമാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.